മെയ് 22 വിശുദ്ധ റീത്ത. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥ എന്നാണ് വിശുദ്ധ റീത്ത അറിയപ്പെടുന്നത്. എളിയ ജീവിതം നയിച്ചിരുന്ന ഒരു വിശുദ്ധയായിരുന്നു റീത്ത. ഒരു കന്യാസ്ത്രീയായി മാറണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വഴങ്ങി ഫെർഡിനാൾഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി വിവാഹം കഴിച്ചു. എന്നാൽ വിവാഹ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. ഫെർഡിനാൾഡ് തികഞ്ഞൊരു മദ്യപാനിയും ഒരു അഹങ്കാരിയുമായിരുന്നു. അപ്പോൾ സന്തോഷകരമായൊരു കുടുംബജീവിതമായിരുന്നില്ല റീത്തയ്ക്ക് ലഭിച്ചത്. എന്നാൽ റീത്ത ക്ഷമയോടും ഉപവാസത്തോടും കൂടെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. റീത്തയുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവുകയും ചെയ്തു. ഫെർഡിനാൾഡ് എന്ന് പറയുന്ന വ്യക്തി ശരിക്കും മാനസാന്തരപ്പെട്ടൊരു പുതിയൊരു മനുഷ്യനായി തീർന്നു. ഫെർഡിനാൾഡും റീത്തയ്ക്കും 2 മക്കളാണ്, ജോൺ പോൾ എന്ന് പറയുന്ന. അപ്പോൾ സന്തോഷകരമായി കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഫെർഡിനാൾഡ് ഒരു വനത്തിനുള്ളിൽ വെച്ച് ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് മരണപ്പെടുകയുണ്ടായി. ഇത് റീത്തയ്ക്ക് വളരെയേറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ആ ശത്രുക്കളോട് റീത്ത ഹൃദയപൂർവ്വം ക്ഷമിച്ചു. എന്നാൽ മക്കൾക്ക് അവരോട് വളരെയേറെ വൈരാഗ്യമായിരുന്നു. ആ ശത്രുക്കളെ എങ്ങനെയും ഇല്ലാതാക്കണം എന്നൊരു ചിന്ത മക്കളുടെ ഉള്ളിൽ വന്നു. അപ്പോൾ മക്കളുടെ ചിന്ത അറിഞ്ഞ ആ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: തൻ്റെ മക്കൾ ഒരു കൊലപാതകം ചെയ്ത് ആത്മാവിനെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ലോകത്തിൽ നിന്ന് അങ്ങേ സന്നിധിയിലേക്ക് അവരെ തിരികെ വിളിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ 2 മക്കളും സ്വർഗത്തിലേക്ക് യാത്രയായി. തുടർന്ന് റീത്ത 1417 ഒരു മഠത്തിൽ ജീവിതം ആരംഭിച്ചു. തുടർന്ന് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഒരു ഭാഗം എനിക്കും തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ വിശുദ്ധയുടെ നെറ്റിയിലേക്ക് ഒരു മുള്ള് തളച്ചു കയറി. വിശുദ്ധയുടെ മരണസമയം വരെ അത് ഒരു മുറിവായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഉണങ്ങാത്തൊരു മുറിവ് തന്നെ മുറിവായിട്ട് തന്നെ അതുണ്ടായിരുന്നു. 1457 മെയ് 22 റീത്ത തൻ്റെ നിത്യസമ്മാനത്തിന് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. ഈ സമയത്ത് കാശ്യായിലെയും സമീപ പ്രദേശങ്ങളിലെയും പള്ളിമണികൾ തനിയെ മുഴങ്ങി. റീത്തയുടെ പൂജ്യ ശരീരം ഇന്നും അഴുകാതെ തന്നെ ഇരിക്കുന്നുണ്ട്.